പറുദീസയിൽ ദൈവത്തോടൊപ്പം ഉലാത്തുന്ന, പ്രത്യേകിച്ച് സായാഹ്നങ്ങളിൽ ഉലാത്തുന്ന ആദത്തെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തോടൊപ്പം നടക്കുന്ന ആദത്തിനും പിന്നീട് ഹവ്വയ്ക്കും ദൈവത്തെ പോലെ ആകണം എന്ന് ഒരു ചിന്ത വന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്: മനുഷ്യൻ്റെ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നോളം മനുഷ്യനെല്ലാം ദൈവത്തിലേക്ക് എത്തണം, അല്ലെങ്കിൽ ദൈവമാകണം എന്നൊക്കെയുള്ള ചിന്തകളുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു വെച്ചത്, ദൈവത്തിൽ വിലയം പ്രാപിക്കുന്നതുവരെ ഞാൻ അസ്വസ്ഥനാണ് എന്ന്. ഈ അസ്വസ്ഥത മറച്ചു വയ്ക്കാനായിട്ട് നമ്മൾ പല കാര്യങ്ങളിൽ വ്യാപൃതരാണ്. രാഷ്ട്രീയത്തിൽ ഇടപെടും, സഭയിൽ തന്നെ ഗ്രൂപ്പിസത്തിൽ ഇടപെടും, കുശുമ്പും കുന്നായ്മകളിൽ ഇടപെടും, ചില ശീലങ്ങളിലേക്കും ദുശീലങ്ങളിലേക്കും ഒക്കെ പെടും. ഇതെല്ലാം മറവിൻ്റെ സൂചനകളാണ്. ഈ മറവിൻ്റെ സാധ്യതകൾക്കിടയിൽ ദൈവത്തെ പോലെയാകാൻ, അല്ലെങ്കിൽ ദൈവമാകാൻ, അല്ലെങ്കിൽ നിത്യതയിലേക്ക് ഉള്ള ഈ സ്പർശ സാധ്യത, അതിലേക്ക് മനുഷ്യൻ എന്തെല്ലാം പെടാപ്പാടുകളാണ് പെടുക. അവൻ നിലനിൽക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പലതും ചെയ്തു കൂട്ടുക. എന്തിന്? നമ്മളെ മക്കളെ ജനിപ്പിച്ച് വളർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ തലമുറ അന്യം നിന്ന് പോകരുത്, എൻ്റെ പേര്, എൻ്റെ ജീവിതം അവനിലൂടെ അവളിലൂടെ തുടരണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഈ നിത്യതയ്ക്കുള്ള ദാഹമാണ് മക്കളെ ജനിപ്പിക്കുന്നതിൽ പോലും ഉള്ളത് എന്ന് നമ്മൾ മറക്കരുത്. നമ്മൾ പണിയുന്ന കെട്ടിടങ്ങൾ, നമ്മുടെ കുടുംബ കല്ലറകൾ, നമ്മളുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയും എൻ്റെ കാലത്തിന് ശേഷം നിലനിൽക്കണം എന്ന് വിചാരിച്ചിട്ട്. ബാങ്ക് അക്കൗണ്ട് പോലും, സ്ഥലങ്ങൾ പോലും ഒക്കെ അത്തരത്തിലുള്ള ചിന്തയിലാണ്. എന്നാൽ ഇതൊക്കെ നിത്യതയിലേക്ക് എന്ത് ബന്ധം? എൻ്റെ കാലത്തിന് ശേഷം ഒരു പക്ഷേ ഉണ്ടാകുമായിരിക്കാം, പക്ഷേ നിത്യതയുമായി എന്താണ് ബന്ധം? മനുഷ്യന് ഈ നിത്യതയുമായിട്ടുള്ള ബാന്ധവത്തിന് എന്ത് സാധ്യതയുണ്ട് എന്നാണ് ഇന്നത്തെ വചനം നമ്മളെ പഠിപ്പിക്കുക. അത് നമ്മൾ ആഴത്തിൽ അതിനെ ധ്യാനിക്കേണ്ടതാണ്. ദൈവവുമായി അല്ലെങ്കിൽ നിത്യതയുമായി ഒന്നുചേരാൻ ആദ്യ മനുഷ്യൻ എടുത്ത നയം കഴിക്കരുത് എന്ന് പറഞ്ഞത് കഴിക്കില്ല. കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കുക. കഴിക്കരുത് എന്ന് പറഞ്ഞ കൽപ്പന ലംഘിച്ചിട്ടാണ് മനുഷ്യൻ ദൈവത്തോട് ഒന്നാകാൻ, നിത്യതയിലേക്ക് ചേരാനായിട്ട് ശ്രമിച്ചത്. പലപ്പോഴും ഇന്നും ആ ദുരന്തം തുടരുകയാണ്. ഏതൊന്ന് കഴിക്കാൻ പാടില്ലാത്തതുണ്ടോ അത് കഴിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുക. കഴിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കഴിക്കുക എന്ന് വെച്ചാൽ കഴിക്കുകയിലും ഭക്ഷിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭക്ഷണം എന്ന് പറയുന്നത്, ഭക്ഷിക്കുക എന്ന് പറയുന്നത് ഒരുവൻ തൻ്റെ ആരോഗ്യത്തിന് വേണ്ടി സ്വീകരിക്കുന്ന, മനഃപൂർവ്വം സ്വീകരിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേര്. കഴിക്കുക എന്ന് പറയുന്നത് ഏതൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് സ്വീകരിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരാണ്. അപ്പോൾ കഴിക്കലും ഭക്ഷിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ന് മനുഷ്യൻ ഭക്ഷിക്കുകയല്ല, കഴിക്കുകയാണ് ചെയ്യുക. കാരണം വിഷമാണ് സ്വീകരിക്കുന്നതെല്ലാം. അങ്ങനെയെങ്കിൽ അവൻ ഭക്ഷിക്കുന്നതല്ല, കഴിക്കുന്നത്. അവൻ്റെ ആരോഗ്യത്തിന് ഉതകുന്നതല്ല അവൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അത് ഭക്ഷണമല്ല, കഴിക്കലാണ്. എന്തൊക്കെയോ കഴിക്കുന്നു, താല്പര്യം കൊണ്ട് കഴിക്കുന്നു, ടേസ്റ്റ് കൊണ്ട് കഴിക്കുന്നു, ആസ്വദിക്കാൻ കഴിക്കുന്നു. അപ്പോൾ ഈ വാക്കുകൾ തമ്മിൽ വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾ ഭക്ഷിക്കേണ്ടത് എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വചനം പ്രദാനം ചെയ്യുക.
നിൻ്റെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ഭക്ഷണം ആവശ്യമുള്ളതുപോലെ തന്നെ നിൻ്റെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് ഉള്ള ഭക്ഷണമാണ് വിശുദ്ധ കുർബാന എന്ന് ആത്മീയ പിതാക്കന്മാർ പറയാറുണ്ടെങ്കിലും അതിനേക്കാൾ കുറച്ചുകൂടി കടന്ന കൈയാണ് ഇന്നത്തെ വചനം പ്രദാനം ചെയ്യുക. നിത്യജീവൻ വേണോ, ജീവൻ വേണോ, ഈ ഭക്ഷണം കഴിച്ചേ പറ്റും. അപ്പോൾ ആത്മീയ വളർച്ചയ്ക്ക് ഉള്ള ഭക്ഷണമല്ല വിശുദ്ധ കുർബാന, മറിച്ച് ആത്മീയ ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. ഇത് വളരെ കൃത്യതയോടുകൂടി പഠിക്കേണ്ടതാണ്. ആത്മീയ ജീവൻ്റെ വളർച്ചയ്ക്കല്ല വിശുദ്ധ കുർബാന. പലപ്പോഴും നമ്മുടെ കാറ്റീസ് അധ്യാപകരും നമ്മുടെ ഗുരുഭൂതരും നമ്മുടെ എന്തിനേറെ വൈദികരും സന്യസ്തര് പോലും കുട്ടികളെ പഠിപ്പിക്കുന്നത് ആത്മീയ വളർച്ചയ്ക്കാണ് വിശുദ്ധ കുർബാന. അല്ല, ആത്മീയ വളർച്ചയ്ക്കല്ല, മറിച്ച് ഈ ആത്മാവ് നിലനിൽക്കണമെങ്കിൽ, ആത്മാവിന് ജീവനുണ്ടാകണമെങ്കിൽ ഈ ഒരൊറ്റ കാര്യമുള്ളൂ എന്നാണ് വചനം പഠിപ്പിക്കുക. വചനം പഠിപ്പിക്കുന്നതാണ്, നമുക്ക് തന്നെ ഇഷ്ടം പോലെയുള്ളതല്ല പഠിപ്പിക്കേണ്ടത്. വചനം പഠിപ്പിക്കുന്നത് നിൻ്റെ ആത്മാവ് ജീവനുണ്ടാകണമെങ്കിൽ, ജീവൻ നിത്യതയുമായിട്ട് വേണമെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന്. ഭക്ഷണത്തെക്കുറിച്ച്, കഴിക്കലിനെക്കുറിച്ച്, ജീവനെക്കുറിച്ചൊക്കെ ബൈബിളിന് കൃത്യമായ നിലപാടുകളുണ്ട്. ഭാരത സങ്കല്പത്തിൽ അന്നം എന്നൊരു വാക്കുണ്ട്. അന്നം എന്ന് വെച്ചാൽ ചോറ് എന്നാണ് നമ്മൾ സാധാരണ അതിനെ തർജ്ജിമ ചെയ്യുക, അല്ലെങ്കിൽ അതിന് അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുക. പക്ഷെ ഭാരതീയ സങ്കല്പത്തിൽ അന്നമെന്ന് പറയുന്നത് ചോറ് മാത്രമല്ല, ഭക്ഷണം മാത്രമല്ല, നേരെ മറിച്ച് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നീ സ്വീകരിക്കുന്ന എന്തും അന്നമാണ്. അന്നം ശുദ്ധമാകണം എന്നാണ് ഭാരതീയ സങ്കല്പം. അതായത് നീ കാണുന്നത്, നീ കേൾക്കുന്നത്, നീ സ്പർശിക്കുന്നത്, നീ കഴിക്കുന്നത്, നീ ഉപയോഗിക്കുന്നത് എല്ലാം അന്നമെന്ന് പറയുന്നത് എല്ലാം ശുദ്ധമാകണമെന്നുള്ളത്. അപ്പോൾ അത്രയും കൃത്യത ഭാരത സങ്കല്പം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും കഴിക്കുന്നതും സമീപിക്കുന്നതും ഒക്കെ ശുദ്ധമാകണം എന്നുള്ളത്. ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഏറെക്കുറെ ഇതിലൂടെ ബൈബിൾ നമുക്ക് പ്രദാനം ചെയ്യുക. ബൈബിളിൽ ഒരു ഭക്ഷണക്രമമാണ്. അത് പഴയ നിയമം കൃത്യതയോടുകൂടി, ഇന്നത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, കൃത്യതയോടുകൂടി വീക്ഷിക്കുമ്പോൾ എന്താണ് മനുഷ്യൻ കഴിക്കേണ്ടത്, ഏത് കാലഘട്ടത്തിലാണ് ഏതിനൊക്കെ അനുവാദം കൊടുത്തത് എന്നൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഏതായാലും ഈ കഴിക്കാൻ പാടില്ലാത്തത് കഴിച്ചതുകൊണ്ടാണ് പറുദീസ അനുഭവത്തിൽ നിന്ന് മനുഷ്യൻ പുറത്താക്കപ്പെട്ടത്. അന്ന് തുടങ്ങിയല്ല, മനുഷ്യൻ്റെ സൃഷ്ടി തുടങ്ങി ഇന്നോളം അവൻ ദൈവത്തിലേക്ക് വിലയം പ്രാപിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷമാണെന്ന് നമ്മൾ വായിച്ചു കേട്ടത്. 7 പ്രാവശ്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാൻ ആകുന്നു എന്ന് പറയുന്നു. പഴയ നിയമത്തിൽ ദൈവം ആര് എന്ന ചോദ്യത്തിന് ആയിരിക്കുന്നവനാകുന്നു ദൈവമെന്നാണ് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. ആകുന്നു എന്ന് വെച്ചാൽ നിത്യതയുള്ളവനാണ് ദൈവമെന്നാണ് പഴയ നിയമത്തിൽ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതെങ്കിൽ, ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7 പ്രാവശ്യം നിത്യതയുള്ളവനാണ് ദൈവമെന്നല്ല വെളിപ്പെടുത്തുക, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നാണ്. അപ്പോൾ അപ്പവും നിത്യതയുമായി പഴയ നിയമവും പുതിയ നിയമവുമായിട്ട് താതാത്മ്യപ്പെട്ട് കാണേണ്ടതുണ്ട്. നിനക്ക് നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ, നിൻ്റെ പേര് നിലനിൽക്കണമെങ്കിൽ, നിൻ്റെ തലമുറ നിലനിൽക്കണമെങ്കിൽ നീ ഇപ്പം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊന്നും പോരാ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. നീ ജീവൻ്റെ അപ്പം സ്വീകരിക്കേണ്ടതുണ്ട്. ജീവൻ ആത്മീയ ജീവനെ വളർത്തുന്നതല്ല, ആത്മീയ ജീവന് ആഹാരമല്ല, നേരെ മറിച്ച് ആത്മീയ ജീവൻ്റെ നിലനിൽപ്പിന്, നിത്യതയ്ക്ക് ഈ അപ്പം കൂടിയതിൽ, വളർച്ചയ്ക്കല്ല നിലനിൽപ്പിന്.
ഈ അപ്പം കൂടിയേ തീരൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അപ്പത്തെ നീ ഭക്ഷണം കഴിക്കുന്നത് പോലെ പൂജ്യമായ എന്തോ വിശുദ്ധ വസ്തു സ്വീകരിക്കുന്നത് പോലെ, അമ്പലത്തിലെ പ്രസാദം സ്വീകരിക്കുന്നത് പോലെ, വെഞ്ചരിച്ച ഭക്ഷണം സ്വീകരിക്കുന്നത് പോലെ അല്ല, മറിച്ച് നിത്യജീവനായിട്ടാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, അയോഗ്യതയോടുകൂടി ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്തതിനാൽ നിങ്ങളിൽ പലരും രോഗികളായിരിക്കുന്നു എന്ന്. അയോഗ്യതയോടുകൂടി. അപ്പം ഈ വിശുദ്ധ കുർബാനയുടെ സ്വീകരണം ഏറെ ധ്യാനിക്കപ്പെടേണ്ട ഒന്നാണ്. ഏറെ ഒരുക്കത്തോടെയും ഏറെ ജാഗ്രതയോടും കൂടി സ്വീകരിക്കേണ്ടതാണ്. ഇത് നിൻ്റെ ആത്മീയ ആഹാരമാണ് എന്നത് ശരി തന്നെയാണ്. അത് വളർച്ചയ്ക്കല്ല, മറിച്ച് നിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇത് കഴിക്കേണ്ടത് എന്നത് സാരം. ഈ വിശുദ്ധ കുർബാന ജീവൻ്റെ നിലനിൽപ്പിനും നിത്യതയ്ക്കുമായിട്ടുള്ള സാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെ വേണ്ടത്ര ഒരുക്കത്തോടുകൂടി സ്വീകരിക്കാനുള്ള കൃപ യാചിച്ചുകൊണ്ട് ഈ വിളി നമുക്ക് തുടരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.